അല്ലക്കടലിൽ പെടക്കണ ഞണ്ട് ഇന്ന് ഞണ്ട് കറിയാണ്. ഹലോ ഹായ്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടാന്നാ പണ്ടില്ല അവർ പറയലട്ടാ. ഇന്ന് ഞണ്ട് കറിയാണ്. കുറേ ആയില്ല. ഇന്നൊരു കുക്കിംഗ് വീഡിയോ കൂടിയാണ്. പിന്നെ ഉണ്ടല്ലോ ഇത് പുഴഞ്ഞ കടൽ ഞണ്ടാണ്. നമുക്ക് നല്ല പട്ടത്ത് നല്ല അടിപൊളി കടൽ ഞണ്ട് കിട്ടും. നല്ല നല്ല ഇങ്ങനെ പോകുന്നത് ഇത്ര വലിയ ഞണ്ട് കേട്ടാ. നമുക്കിത് വൃത്തിയാക്കി എടുക്കാം കേട്ടാ. വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. നമുക്ക് കുഞ്ഞു കുഞ്ഞു കളലങ്ങ് കളഞ്ഞേക്കാം കേട്ടോ. ഇതൊന്നും വേണ്ട, ഇതിലൊന്നും ഉണ്ടാവില്ല, മാംസമൊന്നും ഉണ്ടാവില്ലേ. ഇതെല്ലാം അങ്ങ് കളഞ്ഞ് ഇതിൽ മാംസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. തടിച്ചത് മാത്രം എടുത്താൽ മതി. വെറുതെ ചവച്ച് കൂപ്പാന്നേ ഇല്ലു. ഈ വാതിലങ്ങ് തുറക്കുക, വലിച്ചങ്ങ് തുറക്കുക. ഈ മഞ്ഞ ഉണ്ടല്ലോ, ഈ മഞ്ഞ അതിൻ്റെ പൊന്നാന്ന് പറയല്ലേ. അതുകൊണ്ട് അതെല്ലാം എടുക്കലുണ്ട്. പക്ഷെ നമ്മങ്ങോട്ടൊന്ന് കൂട്ടി ശീലമില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നൊന്നുമില്ല കേട്ടോ. അറിയുന്നവർ കണ്ട് തന്നെ ചീത്ത പറയും, എന്നാലും സാരില്ല. ഇങ്ങനെ വരും കേട്ടോ. വൃത്തിയാക്കിയാൽ രണ്ട് സൈഡും ഇറച്ചിയാണ്. ഇടയാന്ന് ലേശം വേസ്റ്റ് ഉണ്ടാവുക. ഞണ്ട് കറി വെക്കുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കണ്ടേ. ആദ്യം തേങ്ങ വറക്കണം. ഒരു അരമുറി ഒന്നും എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് കേട്ടോ. തേങ്ങ ലേശം തേങ്ങ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചോറ് കേട്ടെ നല്ലതാ ചുവന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കുരുമുളക് ഇടാം കേട്ടോ. കുരുമുളകാണ് ഞണ്ട് കറിയുടെ ഹൈലൈറ്റ്. കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഇടലില്ല, അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. എല്ലാം കൂടി നിങ്ങളത് ഞായറാഴ്ച സ്പെഷ്യൽ ആട്ടോ. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് സ്പെഷ്യൽ എന്നെല്ലാം ഗീതച്ചോട് പറയണേ. പിന്നെ എപ്പോൾ ചിക്കനെല്ലാം ഒരു വെറൈറ്റി വേണ്ടേ, അതുകൊണ്ടാണ് ഇന്ന് ഞണ്ട് മേടിച്ചത് കേട്ടോ. ഇവിടെ എനക്കും കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്. നമ്മളെ തേങ്ങയെല്ലാം മൂത്ത് വരുന്നുണ്ട്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കേ. നല്ലോണം മൂത്ത് പോന്നേ. ഇനി ഒരു ലേശം ഒരു 3/4 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കേ. പിന്നെ ഗ്യാസെല്ലാം ഓഫാക്കി കേട്ടോ. ഈ ചൂട് കിടന്നിട്ട് തന്നെ മുളക് പൊടി മൂത്തോളില്ലെങ്കിൽ പിന്നെ കരിഞ്ഞ് നാശമായി പോകും. ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം എണ്ണ വെച്ച് കൊടുക്കേ. ചെറിയുള്ളി പിന്നെ വെല്ലുള്ളി ഒരുപാടൊന്നും ഒഴിച്ചില്ല കേട്ടോ. ഉള്ളിയെല്ലാം അധികമായാലുണ്ടല്ലോ ഞണ്ടിന് നല്ല ഒരു മതിർക്കും. ഞണ്ട് ഒന്ന് വാടിയേ. നമുക്ക് തക്കാളി, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചിയെ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നല്ലോണം പിന്നെ വാട്ടിയെടുക്കാം. ഒന്ന് വാടിയിട്ടില്ല. നമുക്കത് വൃത്തിയാക്കി വെച്ച് ഞണ്ടിയിലേക്കില്ല കേട്ടോ. അത് ഒത്തിക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ടേ. ഞണ്ടിലെന്നെ നല്ലോണം വെള്ളമുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഉപ്പിട്ടിട്ട കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. അധികം ഒന്നും ഒഴിക്കണം. ലേശം ബാക്കി ഞണ്ട് തന്നെ വെള്ളമുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വറുത്ത് തേങ്ങയെല്ലാം കൂടിയിട്ട് കണ്ടി. കുറേ നാള് കൂടിയിട്ട് നല്ല അടിപൊളി ഞണ്ട് കറിയുടെ മണം. ആ പച്ച വെളിച്ചെണ്ണ. ഞണ്ടിന് വേറെ തന്നെ ഒരു മണവും ടേസ്റ്റും ആയിരിക്കും. കണ്ടില്ലേ, നല്ല ആവിയായിട്ട് നല്ല പാകത്തിന് വെന്തില്ല കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരച്ച് വെച്ചിട്ട് നല്ല മസാലയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞണ്ടിൽ മഞ്ഞപ്പൊടി മാത്രം ഇട്ടില്ല. ഇത് നമുക്ക് അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. നല്ല പറ്റപ്പറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഞണ്ട് കറി ഒന്ന് ലൂസായിട്ട് വെച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. ഇനി ഒരു 10 മിനിറ്റ് കൂടി ചെറിയ തീയിൽ അടക്കിടന്നിട്ട് നല്ലോണം വേവട്ടെ. നല്ല എണ്ണ തെളിയുമ്പോൾ നമുക്ക് ആ കറി വാങ്ങി വെക്കാം കേട്ടോ. കണ്ട നല്ല ചാറെല്ലാം കുറുക്കി നല്ല അടിപൊളി ഞണ്ട് കറി ഉണ്ട്. അടിപൊളി നല്ലൊരു മണം കേട്ടോ ഞണ്ട് കറി വെച്ചാൽ. ഇത് സെറ്റായി കേട്ടോ. ചിലവരുണ്ടല്ലോ അതിന് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി വറവിടും. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് എണ്ണയായി. തേങ്ങ വറക്കാനെണ്ണ, മറ്റേ പച്ചക്കറി വാട്ടാനെണ്ണ. അതുകൊണ്ട് ഇത് നമുക്ക് വറക്കുകയും ചെയ്യേണ്ട. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ ഞണ്ട് കറി ചോറും വേറെ കറിയൊന്നും വെച്ചിട്ട് ആ ഞണ്ട് കറി നല്ല ചീര വറവുണ്ട്, അച്ചാറുണ്ട്, നല്ല കുറുകി. നമുക്ക് തിന്നു നോക്കേ. ഞാൻ വെച്ചോണ്ട് പറയുന്നില്ല കേട്ടോ. കാലി അങ്ങനെ വെച്ചിട്ട് കുറേ നാളായേ ഞണ്ട് കൂടാതെ. അതിൻ്റെ ആക്രാന്തമായി ചോറെല്ലാം കുറച്ച് അധികം എടുത്ത് ഞണ്ടല്ലേ.
എന്നാൽ പിന്നെ ഗീതേച്ചി തിന്നാലോ. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണേ, എന്നിട്ട് ഗീതേച്ചിയുടെ അഭിപ്രായം പറയണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് അതാ തേങ്ങ വറുത്തതിന്. ഓ അധികം പറയുന്നില്ല, ചോറ് നിന്നൊക്കെ.